ചെങ്ങൈമാരെ കൊലയോട്ടം കൊല കൊല അതിൽ ഇവിടുന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിംസിൽ നിന്നും റെഫർ ചെയ്യുവാണെങ്കിൽ അധികം അവർ ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ സ്റ്റാൻഡിന്റെ അവസ്ഥ ഞങ്ങള് ആകെ ഒരു വണ്ടിയുള്ളൂ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും ഫ്ലോറസ്റ്റ് 71ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞാൻ ചായ കുടിക്കാനുള്ള ഒരുപാട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 ആയിട്ടുണ്ട്. 9:30 ആവാനുള്ള കാരണം ഇതായിരുന്നു, ഇല്ലാന്നാണെങ്കിൽ കുറച്ചുകൂടി നേരത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. ചായ നൂൽപുട്ടുണ്ട്, എന്താ പറയുക, ഇടിയപ്പം. അത് ഇടിച്ചിറക്കണോണ്ടായിക്കറി ഇടിയപ്പം എന്നുള്ളത്. പിന്നെ മുട്ടക്കറി എന്ന കട്ടൻ ചായ ഇതും കൂട്ടി കഴിക്കുന്നു. നമ്മൾ നേരെ ഓടാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് ഓട്ടാണ്, വേറൊരു പരിപാടിക്ക് നീങ്ങൂല. റേഷൻ കട അല്ലേ, ഈ റേഷൻ വാങ്ങാനായി. ഇന്ന് രാവിലെ എനിക്കൊരു 300 റുപ്യൻ്റെ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എഡിറ്റിങ് കാരണം പോകാൻ വേണ്ടി പറ്റിയില്ല. ഒരു കാര്യം എന്താ വെച്ചാൽ എഡിറ്റിങ് കഴിഞ്ഞാൽ പിന്നെ സേഫാണ്, അതാണ് സുഖം. ഇത്രയും സമയം എന്ന് പറയുമ്പോൾ 10 മണി ആവാറായി, 9:40 പാലത്തെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? പാലത്തെങ്ങൊന്നും ആരുമേ ഇല്ല, ചെക്കന്മാരൊന്നും ഇല്ല കേട്ടോ. ആരും ഉണ്ടാവില്ല, എല്ലാവരും പണിക്ക് വയ്ക്കും. മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ്. മഴയൊക്കെ പെയ്തിട്ടിപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് പെയ്തു, അല്ലാതെ ഇപ്പോൾ വലിയൊരു മഴ പറയാൻ മാത്രമില്ല. അല്ല വേണ്ട, തൽക്കാലത്തിനൊന്ന് ഒതുങ്ങിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പെയ്താൽ മതി, ആക്കം പോലെയൊക്കെ അല്ലേ. ലൈനിൽ വണ്ടികൾ കുറവുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഓട്ടം ഉണ്ടോ ഉണ്ടായാൽ മതിയെന്നു. ഈ ഒരു വണ്ടിനെ മറച്ചിടേണ്ടി വരും, ഒരു വണ്ടിനെ മറച്ചിടണം. ആളില്ല. ഓക്കെ, ലൈനിലെത്തിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്കുള്ള ആ ഒരു ഭാഗ്യ ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ തുടക്ക ട്രിപ്പ്, നമ്മുടെ കൈനീട്ടം, അത് ഏത് നിമിഷം ആ ഒരു ഭാഗത്ത് നിന്നും വരുന്നതാണ്. വെയിറ്റ്. ഇതും തന്നെ ഫിഷിങ് പോലെ തന്നെ നല്ല ക്ഷമ വേണം. കീറടിച്ച് പോയിട്ടൊന്നും കാര്യമില്ല, ഓട്ടോ ഓടുമ്പോഴേ നല്ല ക്ഷമ വേണം. കൈനീട്ടം കിട്ടിയിട്ടുണ്ട്, കൈനീട്ടം ഉഷാറായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടമാണ് ഈ ഒരു കൈനീട്ടം കിട്ടുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, തമിഴ്നാട്ടുകാരനാണ്, ഇവിടെ വാണിയമ്പലത്തിൽ കടല കച്ചവടമാണ്. അപ്പം അദ്ദേഹത്തിന് കടല വണ്ടൂരും ബസ് സ്റ്റാൻഡിലേക്ക് വരിക. അപ്പോൾ അവിടുന്ന് കടല എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ആളെയും ഇവിടെ കൊണ്ടുവന്ന് വിടണം. അങ്ങനെയാണെങ്കിൽ 60 രൂപയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹം 60 തരികയും ചെയ്തു. ഇങ്ങനത്തെ ട്രിപ്പിക്ക് ഇഷ്ടമെന്ന് പറയാൻ കാരണം അത് ഇദ്ദേഹത്തിൻ്റെതായതുകൊണ്ടല്ല, 30 രൂപേൻ്റെ മേലെ കൈനീട്ടം കിട്ടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മൾക്ക് 30 രൂപേൻ്റെ മേലേക്ക് ഇന്ന് കിട്ടിയില്ലേ, ഇനി നമ്മൾക്ക് ഏറെക്കുറെയൊക്കെ ഇന്ന് ലക്കുകൾ കിട്ടും. ഏറെക്കുറെയൊക്കെ 30ന് മേലേക്കുള്ള ട്രിപ്പുകളായിരിക്കും. ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും കേട്ടോ. രാവിലത്തെ ആ ഒരു 300 രൂപേൻ്റെ ട്രിപ്പും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നേരമായപ്പോഴേക്ക് 360 റുപ്യയായി. അത് നോക്കണ്ട, പോയത് പോട്ടെ, നീ കിട്ടാനുള്ള നോക്കാം. ഇപ്പം സമയം 10 മണി. അധികം നേരം ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങോട്ട് പോയ വാണിയമ്പലം ടൗണാണ്, ഇങ്ങോട്ട് പോയ വണ്ടൂർ ടൗണാണ്. ഞാൻ വണ്ടൂർ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും വണ്ടൂര് ഞാൻ എത്തി. ഈ ഒരു നേരം വരെ ഒരു മനുഷ്യൻ പോലും റോഡിൽ നിന്ന് കൈ കാണിച്ചതുമില്ല, ഒരു മടക്കം പോലും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ആ റോഡ് ഈ ഒരു രാവിലെ പകൽ ടൈം ഇത്രയും എന്താ പറയാ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഈ ഒരു സമയത്ത് പോലും ആളുകളില്ല. എന്ത് ചെയ്യാൻ. ലൈനിലൊരു കാറ്, ചെറിയൊരു വണ്ടി ഓടാൻ വേണ്ടിയാണ് എന്നോട് പോവാണ്. ചെങ്ങൈമാരെ കൊലയോട്ടം, കൊല കണ്ടാ, കൊലയോട്ടം. അത് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ വണ്ടൂരിൽ ഇപ്പോൾ ഉഷാറായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റിയിലേക്കാണെന്നാണ് പറഞ്ഞത്. 30 രൂപയാണ് ചാർജ് വരിക, അത് കിട്ടി. ഇതിൻ്റെ 3ാമത്തെ ട്രിപ്പാണ് കേട്ടോ. അതായത് 2:30ഉം 1:60. അപ്പം തന്നെ 120 റുപ്യയായി. സമയം 10:55. പിന്നെ നിംസ് ഹോസ്പിറ്റലിലേക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നിംസ് ഹോസ്പിറ്റലിൽ നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ക്വാളിറ്റി ഉള്ളത്. ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ സൈഡിലേക്കായിട്ടാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞത്. ഓക്കേ, ഇവിടെ കുറെ പണിക്കാരുണ്ടാവും, പക്ഷെ ഇത് ഇറക്കാൻ ഞാൻ തന്നെ ഇറക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ഇന്റെ അത്ര നിങ്ങളുള്ള പോവാല്ലേ, പൊന്തൂലേ.
ആയിവാ. ഒരു പഴുത്തത് ഒരു പച്ചയും. ആരുമില്ലാത്തോണ്ട് ആ കൊലേ ഞാൻ ഇറക്കിയതാട്ടോ. അല്ലേ തെളിവുണ്ടായിക്കോട്ടെ. ചിലപ്പോ ഒരു കൊലെത്തീര അറിയാം. ഇതോള് നല്ല കൃത്തുണ്ടായാലേ ഇങ്ങനെ. ഇവിടെ പാലട പായസം ഉണ്ട്, ഹോംമെയ്ഡ്. അങ്ങനെ ഇനി നമ്മൾ നേരെ വീണ്ടും അടുത്തൊരു ബ്ലോക്കിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു നോക്കാം. 12 മണിക്ക് ഞാനേ മുന്നിലെത്തിയതാട്ടാ. ഫസ്റ്റ് ഗ്യാപ്പിലാണ് ഇപ്പോൾ. 12:20 20 മിനിറ്റായി. ആരും എന്നെ വിളിച്ചിട്ടില്ല. ഈ ലൈനിൽ നിന്ന് ബാക്കിൽ നിന്ന് എൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് ആരും പോയിട്ടുമില്ല. ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഒരു കാത്തിരിപ്പ് അവസാനിക്കണമെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ വിളിച്ചു കൊണ്ടുപോകൽ നിർബന്ധമാണ്. ഇല്ലെന്നാണെങ്കിൽ കിട്ടുന്നത് വരെ ഇരുട്ടായിരിക്കും. ആഹാ, ആളുകളൊക്കെ ഉണ്ട്. ഒന്നിലേറെ എക്സാം ആണല്ലോ, കുട്ടികൾക്ക് എക്സാം അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ രാവിലെ പോയി ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോരുന്ന ഒരു സംഭവമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഏടത്തിയമ്മയും കുട്ടികളാണ് പോകണം. നമ്മുടെ വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചൊക്കെ പോകും. പക്ഷെ 12 ആയിട്ട് പോകും. പിന്നെ ആരിനെ സ്കൂളിൽ നിന്ന് ഞാനാ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വൈകിട്ട് വന്നാൽ കുറച്ചും കൂടി വൈകിട്ട് വരാം. ഞാൻ ചിന്നൂനൊരു ചിരിയും കൊടുത്ത് ആള് പോകും. അതുകൊണ്ട് അവിടെ പാത്രം കഴുകും. അപ്പൊ അങ്ങനെ ഈ കുറച്ച് നേരം ഒന്ന് വെയിൽ വെച്ചാൽ തന്നെ എന്താ ചൂട്, നല്ല ചൂടാവുക, ചൂട് അനുഭവപ്പെടുക. നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. ഇത് ഏത് ഭാഗത്തേക്കാ പോകണം നോക്കട്ടെ. ബൈപ്പാസിനാ പോണേ. അങ്ങനെയാണെങ്കിൽ പെരിന്തൽമണ്ണയൊക്കെ പോകുന്നത്. മൗലാന, അൽഷിഫ തുടങ്ങിയ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളിലേക്ക് ആയിരിക്കാം ആ ഒരു ഭാഗം പോയതുകൊണ്ട്. നേരെയാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിംസിൽ നിന്നും റെഫർ ചെയ്യുവാണെങ്കിൽ അധികം അവർ ചെയ്യുന്നത്, നമ്മളോട് ചോദിക്കും, നമുക്ക് ഇവിടുത്തെ കൊണ്ടോട്ടെ നമുക്ക് തീരുമാനിക്കാം. എന്നാലും അവരധികം എമർജൻസി കേസൊക്കെ അധികം റെഫർ ചെയ്യുന്നത് ഇവിടുന്ന് നേരെ പെരിന്തൽമണ്ണക്കാണ്. മൗലാന, അൽഷിഫ തുടങ്ങി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അല്ല നമ്മൾ അവരോട് പറയണം മെഡിക്കൽ കോളേജ് പോയാൽ മതി എന്ന് പറയുന്നത് മഞ്ചേരിക്ക് പോകണം, അല്ലാന്നാണെങ്കിൽ കോഴിക്കോട് പോകണം. അതൊക്കെയാണ് ഇവിടുന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനായാലും പ്രൈവറ്റിനായാലും ഒക്കെ ഞങ്ങൾക്ക് പോകാനുള്ള മറ്റു വലിയ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ഞാനൊരു ലോക്കൽ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:10 ആയിട്ടുണ്ട്. 1:30 വരെ ഓടാൻ വേണ്ടി പറ്റുള്ളൂ. 1:30ക്ക് ആര്യമ്മളുടെ സ്കൂൾ വിടും. ഇപ്പം എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവൾക്കൊക്കെ ഉണ്ട് എക്സാം എന്ന് പറയുന്നത്, ഓണപ്പരീക്ഷ. അതായത് അപ്പോൾ ഓളെ കൊണ്ടുവരണം. കാരണം എന്താ വെച്ചാൽ ചിന്നൂനെ ഇങ്ങനെ എന്താ പറയാ ഇടങ്ങേറാണ് പോലെ അങ്ങോട്ടും അങ്ങോട്ട് നടക്കാനൊക്കെ. ഈ ഉച്ചക്കുള്ള കാര്യമൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, അല്ലാത്ത നേരത്തേക്കാണ് ബുദ്ധിമുട്ട് വരിക. അതായത് സമയം 1:30 1:27 ഞാൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. 3ാമത്തെ വണ്ടി ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കാര്യമോളെ കൊണ്ടുവരാണ്ട് സ്കൂള്. അപ്പോ ഇതിന്റെ മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓട്ടോക്കാര് എന്ന് പറയുമ്പോഴേക്ക് ഇത്തരം കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഇതിപ്പോ ഒരു പണിയായിട്ട് പറയല്ലോ. ഞാൻ എന്തായാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. പക്ഷെങ്കിൽ ഞാനിപ്പോ ഇന്നൊരു കൂലിപ്പണിക്ക പോയിക്കണേ, വൈകിട്ട് വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഞാൻ വന്നപ്പോൾ നിങ്ങൾ യൂട്യൂബറാണോ വെച്ച് വന്നവരാണ് ഇവനെ കണ്ടു വന്നവരാണ് ഇവർ അല്ലേ. നമ്മളെ വീഡിയോ കാണലുണ്ട് പോലെ. എന്റെ പേരെന്താ? ഐദിൻ. എത്രയില്ല? 2. നിങ്ങളൊക്കെ 2ലാ? എല്ലാരും ഒരു ക്ലാസ്സിലാ? ചോർന്നോ? എല്ലാവർക്കും ഉണ്ടായിരുന്ന പേര്. ഞാൻ ആര്യമോളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകാൻ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞേക്കണം. ഞാൻ ഓളെ പോയി കൊണ്ടുവരാം. അപ്പോട്ടെ, ആയിക്കോട്ടെ. ആര്യക്ക് പരീക്ഷ ഒക്കെ കിട്ടിക്കണം പോരാ? കിട്ടിക്കണോ? ഫുൾ മാർക്കാവോ? ആ നോക്കണം. മോളെ പരീക്ഷ പേപ്പറൊക്കെ വരുന്ന വീഡിയോ എടുക്കണേ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കൂട്ടോ, അതിൽ ഫുള്ള് വേണം. ഇന്ന് ചെറിയ പരിപാടിയാണ്. മുരിങ്ങി, ഉണക്കല, തള, ഡ്രൈ ഫിഷ്, ഉണക്കൽ മീൻ, തള, പിന്നെ ഒരു പപ്പടം ഉണ്ട്. ചങ്ങാരെ ഇപ്പൊ ഉള്ളത് സ്റ്റാൻഡിലാട്ടോ. സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഞാന്. അതായത് ബസ് സ്റ്റാൻഡിലാണ്. 3:10 സമയം. 1:30ക്ക് സ്റ്റാൻഡിൽ നിന്ന് പോയിട്ട് ആര്യമ്മളടുത്ത് ഭക്ഷണം കഴിച്ചപ്പോത്തിന് ഒരു 2 മണി. 1 മണിക്കൂറിനടുത്തേക്ക് ഞാൻ ഉറങ്ങി എന്നുള്ളതാണ്. ഇപ്പോഴും
എന്താ പറയാ ഉറക്കിന്റെ ആ ഒരു മന്ദപ്പം മാറിയിട്ടില്ല. നാട്ടിൽ നിന്ന് പോന്നപ്പോ ഒരു ട്രിപ്പായിട്ടാ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇതുവരെ പടുത്തൊന്നും ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ല. വേറെ ഒന്നല്ല, എനിക്ക് ചില സ്മെല്ലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം പിടിക്കും. അലർജിന്റെ പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിൽ എനിക്ക് ചെറിയൊരു അപ്പൊ ഞാൻ മാറി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇനി തുമ്മലായിരിക്കും. ഒരു ഗുളി കുടിച്ചാണ്ട് അങ്ങനെ കിടന്നതായിരുന്നു. അതിപ്പോ ഓക്കെ അയക്കണം, ഏറെക്കുറെ ആശ്വാസം ഉണ്ട്. അപ്പൊ 4 കൂടി ജംഗ്ഷന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും. ആളുകള് ഒറ്റയ്ക്ക് അവനാണ്ട് തീരുമാനപ്രകാരം ഇങ്ങനെ പാസ്സായി പോകണം. ഞാൻ എന്റെ തീരുമാനപ്രകാരമാണ് ഈ പാസ്സായത്. ആരോ നമ്മുടെ വീഡിയോ കാണുന്ന പയ്യന്മാരോട് തോന്നുന്നു ഒരു ഈക്വല് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്കും തന്നെ തലാട്ടിലൊക്കെ കൊടുത്താൽ ഇതിന്റെ സ്റ്റാൻഡിന്റെ അവസ്ഥ ഞങ്ങള് ആകെ ഒരു വണ്ടിയുള്ളൂ. അടുത്ത വണ്ടി വരുന്നുണ്ട്. ഞാൻ 2ാമത്തെ വണ്ടി ആവട്ടെ. ഞാൻ ഒറ്റക്കോളൂട്ടെ ലൈനില് വേറെ ആരുമില്ല. എന്റെ ബാക്കിലൊന്നും വണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. ആളുകൾക്ക് വണ്ടി വേണമെങ്കിൽ ആളുകൾ വന്ന് കയറും, ഇല്ലെങ്കിൽ വന്ന് കൊണ്ടുപോകും. വെയിറ്റിംഗ് ആണ്, വെയിറ്റ് ആൻഡ് സീ. ഉച്ചക്ക് ശേഷം 2 ലോക്കൽ എടുത്തു കേട്ടോ. 2ാമത്തെ ലോക്കൽ കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി പോവുകയാണ് ലൈനിലേക്ക്. 2 ലൈൻ തന്നെ കിട്ടിയത്. ഇപ്പൊ സമയം 3:35 ആയിട്ടുണ്ട്. ഇത് പക്ഷെ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്താതെ കിട്ടിയിട്ടുള്ള ഒരു ലോക്കലാണ്. മുന്നിലേക്ക് തള്ളി എത്താതെ അതിന്റെ ഇടയിൽ വെച്ചിട്ട് ലൈനിന്ന് കിട്ടിയ ഒരു ലോക്കലാണ്. അതുപോലെ കിട്ടാൻ രസമാണ്. കുറച്ച് ടൈം മുന്നേ നമുക്ക് കിട്ടും. ടൈം കുറെ ലാഭമാണ്. പിന്നെ അടുത്തത് വല്ല മടക്കമുണ്ടോ നോക്കാം. അവരെ ഇപ്പൊ മടങ്ങാൻ സാധ്യത ഉണ്ട്. ആ 2 താത്താമാര് ചെങ്ങായിമാരെ വണ്ടിയിലെ എണ്ണ കയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിന്ന് HP ഒന്ന് അടിച്ചു നോക്കാം. HP ഞാൻ വല്ലാതെ അടിക്കല്ല, കാരണം ഈ പമ്പ് കുറച്ച് അകലെയൊന്നല്ല. ഈ റൂട്ട് നമുക്ക് വല്ലാതെ ട്രിപ്പ് കിട്ടല്ല. ഇതാണെങ്കിലും മറ്റേതാണെങ്കിലും ഒക്കെ 1 കിലോമീറ്റർ റേഞ്ചിൽ തന്നെ കിടക്കണം. ഇവിടെ നിന്ന് അടിച്ചു നോക്കാം ഒരു 200 രൂപയ്ക്ക്. ഒരു 200. ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. അമ്പലപ്പടി പോവാനല്ലേ? വരാം. അങ്ങനെയെങ്കിലും ഒരു ഫോൺ ട്രിപ്പ് ഒന്ന് കൊളത്തിയിട്ടുണ്ട് കേട്ടോ. ഫോൺ ട്രിപ്പ് ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ 50-60 രൂപയുടെ ട്രിപ്പ്. അത് നമ്മളിപ്പോ പോയ സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടേക്ക് അമ്പലപ്പടി എന്നാ പറയാം. കയറാൻ വണ്ടി പറ്റില്ല, വണ്ടികൾ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ കുറച്ച് കയറിയാ നിൽക്കണം. അപ്പൊ നേരെ നാട്ടിൽ പോകുന്നു, അവരെടുക്കുന്നു, വീണ്ടും എടുക്കുമായിരുന്നു കേട്ടോ. എന്റെ ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ടാ. ആ ഗേറ്റിന്റെ അപ്പുറത്ത് ഫുള്ള് ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുകയാണ്. ഏതായാലും ഞാൻ അവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങനെ പോന്നു. ഒരു 70 രൂപയുടെ ട്രിപ്പാണ്, നാട്ടുകാരെ കൊണ്ടുവന്ന് വിട്ടതാണ്. ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എന്താ പറയാ കൊളാബ് ചെയ്യാൻ പ്രൊമോഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ടീമാണ്. അപ്പൊ പിന്നെ അവരൊന്ന് കൊണ്ടുവന്ന് വിട്ടു. എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. വേറെ കുറെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ചെയ്യാം, പക്ഷെ എനിക്കത് ചെയ്യാനൊരു താല്പര്യക്കുറവുള്ള ഒരാളാണ്. ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആണെങ്കിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോ അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടൊന്നല്ല കേട്ടോ. അവരെ കയ്യിൽ നിന്ന് ഒരു പീസും വാങ്ങാതെ, അത് നമ്മളെക്കന്മാരാണ്. അവർക്ക് നമ്മളെ കൊണ്ടൊരു സഹായം, അത്രേ ഉള്ളൂ. അവരുടെ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ തോട്ടത്തിൽ ഇറങ്ങാത്ത അവിടെ ഫീസ് ഉണ്ട്. ഫീസ് കൊണ്ടല്ല 20-30 ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ പക്ഷെ യാത്രയില് വലിയ വലിയ തോട്ടങ്ങളൊക്കെ ചെണ്ടുമല്ലിയുടെയും ആണെങ്കിൽ ഒട്ടനവധി പൂക്കളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ അതിനായിട്ട് ഇവിടെ ഇറങ്ങണ്ടെന്ന് കരുതി. അതുകൊണ്ടാ ഇവിടെ കുട്ടികളൊക്കെ വന്നിരുന്നതിന് മുമ്പ് അന്ന് ഞാൻ യാത്രയിലാണ്. ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായെന്ന് അവരുണ്ടാക്കിയെന്ന് കുട്ടികളൊക്കെ വന്നാൽ ചിഹ്നം ആയി അമ്മയൊക്കെ വന്നിരുന്ന കാണാം. അങ്ങനെയെങ്കിൽ അമ്പലപ്പടി അംബേദ്കർ കോളേജിന്റെ അവിടെയാണ് ആ പൂന്തോട്ടമുള്ളത്. ഞാൻ ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെന്നാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കുക. നല്ല ചെണ്ടുമല്ലിയാണ്. സമയം വന്നിട്ടും പോയിട്ടും 5:45 എന്താല്ലേ സമയം എത്ര പെട്ടെന്ന് പോയത്. നാട്ടിലേക്ക് ലോക്കൽ വന്നത്. പിന്നെ ഇപ്പോ ഓട്ടം ഇനി ഇതിനേക്കാൾ മോശമാവും. മോശമാവല്ല, ഓട്ടോറിക്ഷക്കാരന്റെ കേസിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനം വരും. കാരണം ഇനിയിപ്പോ ബൈക്ക് ടാക്സി അപ്പൊ ഈ ബൈക്ക് ടാക്സി ഒക്കെ വരുമ്പോഴേക്കും ഒരാൾ പോകേണ്ട യാത്രയൊക്കെ ആണെങ്കിൽ അധികം ബൈക്ക് ടാക്സി ആവും.
നല്ലത്. കാരണം 8 രൂപ 8.5 രൂപ ഒക്കെ ഉള്ളൂ കിലോമീറ്ററിന് ചാർജ് വരുന്നത് ബൈക്ക് ടാക്സിക്ക്. ഓട്ടോയ്ക്ക് പറയുമ്പോൾ 1 കിലോമീറ്ററിന് 22.50 പൈസ വരും. അപ്പോൾ ബൈക്ക് ടാക്സി ഓട്ടോറിക്ഷക്കാർക്ക് നല്ലൊരു അടിയായിരിക്കും. പക്ഷേങ്കിൽ ബൈക്ക് ടാക്സി ഒക്കെ ബൈക്കൊക്കെ എടുത്ത് റെന്റിനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബൈക്ക് ടാക്സി ആക്കിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ റെന്റിനെ കൊടുക്കുന്ന പോലെയൊക്കെ ആ രീതിയിലൊക്കെ പലതരത്തിലും ഈ ഒരു മേഖലയിൽ തന്നെ പിടിച്ചിട്ടുള്ള വകുപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും ഊബറില്ല, വണ്ടൂരൊന്നും ഊബറില്ല. വണ്ടൂരൊക്കെ ഊബർ വരട്ടെ. ഊബർ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഊബറും പരീക്ഷിച്ച് നോക്കും. ഊബറും ഓടും, സ്റ്റാൻഡിലും ഓടും, ഓടും. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു മേഖലയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ടൊന്നുമില്ല. ഈ മേഖല ഡ്രൈവർ പണിയായിരിക്കും, പക്ഷെ അത് ഓട്ടോ പണി ആയിരിക്കില്ല. ചെങ്ങന്മാരെ ഞങ്ങളുടെ പഴയ ഗ്രൗണ്ടാണിത്. ഈ ചെക്കന്മാർ ഇവിടെ കളിക്കണ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ കേട്ടാ. അന്ന് ഇതിന് ചുറ്റും മതിലില്ല. ഇത് നമ്മുടെ ആര്യമോളുടെ സ്കൂളാണ്. അതേപോലെ ഇപ്പോൾ കോളേജുണ്ട്, ഹോസ്റ്റലുണ്ട്, പെൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട്, ബോയ്സിന്റെ ഹോസ്റ്റലും ഉണ്ട്. എല്ലാം പാടെ ഒരു ഒറ്റ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ഒതുക്കിയതാണ്. എന്താ ചെയ്യുക, ഇപ്പോൾ ഒരാ കളിക്കണ കാണുമ്പോണ്ടല്ല, നമ്മളുടെ വീട്ടിലായിരുന്നു പന്തും ബാറ്റും ബോളും ബൂട്ടുകള് എല്ലാം അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടില്. അല്ലെ നമ്മുടെ ഗ്രൗണ്ടിൽ തൊട്ടടുത്ത വീട് ഒന്നിൻ്റെത്, പിന്നെ നമ്മുടെ അയൽവാസികളുടെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പൊ അവിടെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. എന്താ പറയാ, അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഒരാൾ കളിക്കണ കണ്ടപ്പോ ഒരു ഓർമ്മ. ഇത്രയും വലിയ ഗ്രൗണ്ട് ഉണ്ടായിട്ട് ഒരു നാട്ടില് ഞങ്ങൾക്ക് ആർക്കും അവിടെ കയറി കളിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും ഈവനിങ് ടൈം ഒന്നും പോയി കളിക്കാനൊന്നും പറ്റില്ല. ഒന്നല്ലാതെ അത് സ്ഥാപനമാണ്, പിന്നെ അതിന്റെ അകത്തേക്ക് നമ്മൾ കയറാൻ വേണ്ടി പറ്റില്ല. പിന്നെ അവിടുത്തെ പിള്ളേരുണ്ട്, അവർ ഉഷാറായി കളിക്കാറുണ്ട്. എന്റെ ഈ ഇടയൊക്കെ കാണിച്ചിട്ട് കുറേ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:50 ആയിട്ടുണ്ട് കേട്ടോ. 6:50 ഞാനിങ്ങനെ രണ്ടാമത്തെ ഗ്യാപ്പിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് അവിടെ കാണും. ബസ് കാത്തിക്കുവാണ്. എന്താപ്പാ അല്ലേ, എല്ലാവരും ബസ് കാത്തിക്കുകയാണ്. എല്ലാവരും വീടാണെന്നുള്ള പരിപാടിയാണ്. ലൈറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ആളുകളൊക്കെ പരക്കം പായുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. കാരണം എല്ലാവരും സാധനമൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കയറി പോവാന്നുള്ള മൈൻഡിലാണ്. വണ്ടി പോയി തള്ളട്ടെ. സമയം 7 മണിയായിട്ടോ. 7 മണിക്ക് ഞാൻ 50 രൂപയുടെ ട്രിപ്പ് പോകാം. ടൈം 7:30. അവസാന ട്രിപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലാസ് വണ്ടിയായിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഏറെക്കുറെ ആളുകളൊക്കെ ടൗണിൽ നിന്ന് ഒഴിഞ്ഞു കേട്ടോ. ഇന്ന് ബസ് കാത്തിക്കാനൊക്കെ ആള് വളരെ കുറവാണ്. ബസ്സുകളൊക്കെ 1-2 പോയേ. അപ്പൊ ഇനി ഒരു 7 മണിക്കുള്ളിലാവുമ്പോ തന്നെ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. പിന്നെ ഒക്കെ ഈ റോട്ടിലാണ് നിർത്തുക. അപ്പൊ അതാണ് ആളുകളൊക്കെ ഇവിടെ, അല്ലെങ്കിൽ സ്റ്റാൻഡിലായിരിക്കും എല്ലാവരും. ഞാൻ അവസാന ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇതൊരു പാലം, ബ്രിഡ്ജ്. അപ്പുറത്ത് കാണുന്നത് അമരമ്പലം ശ്രീ ശിവക്ഷേത്രമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയിരുന്നത്. ഇപ്പോൾ സമയം 8:20 ആയിട്ടുണ്ട്. 8:20 സമയമായിട്ടുണ്ട്. ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് സഞ്ചയൊക്കെ എടുത്ത ആളാണ്. പക്ഷെങ്കിൽ റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതാണ് സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷം വാങ്ങിയിട്ട് അങ്ങനെ ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അതിന്റെ കാര്യം തന്നെ മറന്നു. എൻ്റെ കലിപ്പി വന്നിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് 180, 180 രൂപയുടെ ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ട്രിപ്പാണ്. 180 രൂപയുടെ ട്രിപ്പാണ്. അപ്പോ ഇനി കളി അവസാനിപ്പിച്ചിട്ടാ ഇത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ കൊണ്ടുപോയി കറി വെക്കണം. ഇപ്പൊ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് കിട്ടിയതിൽ വെച്ച് ടോപ്പ് ലെവൽ ട്രിപ്പാണത്. എന്നാ പിന്നെ വീട്ടിലെത്തട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഗറിലെത്തി. ആര്യ മോളെ വിളിക്കാം, വരുന്നുണ്ട്. ചെരുപ്പിട്ടൂടേന്നോ വെയിലേക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് കാണട്ടെ എന്നെ. എന്താ പണി, പഠിക്കല്ല പിന്നെന്താ പരിപാടി? എന്നാ ക്ലേമ കളിക്കല്ലേ? ക്ലേ കളി അവളെ കാണണ്ടോ അറിയില്ല. അവളെ അവിടെ ആ സൈഡിൽ നിന്നിട്ട്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ അടിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ നാളെ വരാം. പിന്നെ 860 രൂപയ്ക്കാണ് നമ്മൾ ഓടി കേട്ടോ. ഓക്കെ, ബൈ.